നമസ്കാരം. ഇത് വിജയൻ ചരിത്രത്തിലേക്ക് അടിച്ചു കയറ്റിയ ഒരു ഗോളാണ്, അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ സിസർ കട്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കും മുമ്പ് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ട് ഗോളുകളെക്കുറിച്ചാണ്. ലോകകപ്പിൻ്റെ ഫൈനലിന് ഇനി അധികം സമയമില്ല എങ്കിലും സെമി ഫൈനൽ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇംഗ്ലണ്ട് അർജൻറ്റീന മത്സരത്തിൽ പിറന്ന രണ്ട് ഗോളുകളെക്കുറിച്ചാണ്. പറഞ്ഞാലും നമുക്ക് മതിയാവുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. എന്താണ് ആ ഗോളിൻ്റെ പ്രത്യേകത? ഇംഗ്ലണ്ട് അർജൻറ്റീന മത്സരത്തിലെ ആ രണ്ട് ഗോളുകൾക്ക് പിന്നിൽ ഒരേ കാലുകൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒന്ന് എൻസോ ഫെർണാണ്ടസ് നേടിയ ഗോള്, രണ്ടാമത്തേത് ലൗട്ടാറോ മാർട്ടിനസ് നേടിയ ഗോള്. ഇതിൻ്റെ രണ്ടിൻ്റെയും പിന്നിൽ മെസ്സിയാണ്. മെസ്സിയുടെ അസിസ്റ്റിൽ പിറന്ന രണ്ട് ഗോളുകളെക്കുറിച്ച് മെസ്സി ലോകോത്തര താരമായതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. മെസ്സിയുടെ ആ പിന്നിൽ നിന്നുകൊണ്ടുള്ള വിഖ്യാതമായ പ്രതിഭയുടെ പൂണ്ടുവിളയാട്ടം നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും ലൗട്ടാറോക്ക് ഇംഗ്ലണ്ടിൻ്റെ വലതുവശത്തെ കോർണറിൽ നിന്ന് പെനാൽറ്റി ബോക്സിലേക്ക് മെസ്സി നൽകിയ ആ ബോൾ, അതിൽ തലവെച്ചിട്ട് ലൗട്ടാറോ ഒരു ഗോളാക്കുമ്പോൾ വെറുതെ വളരെ ലളിതമായി അടിക്കപ്പെട്ടൊരു ഗോളായിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ പിന്നിലെ അസിസ്റ്റിൻ്റെ ആ ഒരു ത്യാഗം അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രയത്നം, അതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു പിടുത്തവും കിട്ടില്ല. മെസ്സി ആയതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ലോകത്തിലെ എല്ലാ ഗോളുകൾക്ക് പിന്നിലും ഓരോ ഗോളിന് പിന്നിലും ഒരു അസിസ്റ്റ് ഉണ്ടാവും. ഒരുപക്ഷെ ഒരാളും പോലും ആയിരിക്കില്ല. ചരിത്രത്തിൽ ഇടം പിടിച്ച ഗോളുകളുടെ പിന്നിലെ അസിസ്റ്റുകളെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടാവുമോ? അങ്ങനെയുള്ള പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഞാൻ അത് ആലോചിച്ചപ്പോഴാണ് ഈ സിസർ കട്ടിനെ പറ്റി പറയാമെന്ന് വിചാരിച്ചത്. അന്ന് ഫുട്ബോൾ കളിയുടെ വീഡിയോകളൊന്നും ഷൂട്ട് ചെയ്ത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന കാലമായിരുന്നില്ല. ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ഇതിഹാസ ഫുട്ബോളർ വിജയൻ്റെ എന്തോരം ഗോളുകൾ ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തേനെ, റീലുകളായും അല്ലാതെയും. അമ്മാതിരി ഗോളുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെയൊക്കെ ചെറുപ്പകാലത്ത് റേഡിയോയിൽ ഈ കമൻട്രികളിലൂടെയാണ് പലപ്പോഴും സന്തോഷ് ട്രോഫിയൊക്കെ നമ്മൾ കേൾക്കാറുള്ളത്. അന്ന് ആ കമൻട്രികളിൽ പറഞ്ഞിരുന്ന നീക്കങ്ങളെക്കുറിച്ചിട്ടുള്ള നല്ല വാക്കുകൾ പോലും ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പം സ്പെസിഫിക്കായി ഓർമ്മയില്ലെങ്കിൽ പോലും ആ ആവേശം ഇപ്പോഴും എൻ്റെയൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ പിന്നെ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ നമ്മൾ അറിയാത്ത കളികളിലെ നീക്കങ്ങൾ? കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഇതിഹാസം എന്ന പദം പ്രയോഗിച്ചിരുന്നു. അതിന് മറുപടിയായി വന്ന ചില കമൻറ്റുകളിൽ ചില വേണമെങ്കിൽ വിഷമം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ളൊരു പ്രതികരണം ഉണ്ടാക്കിയ ചില കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിന് മാത്രമൊക്കെ വിജയനുണ്ടോ? അയാളൊരു സാധാരണ ഫുട്ബോൾ കളിക്കാരനായിരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. വർത്തമാനകാലത്ത് മാത്രം ജീവിക്കുന്ന മനുഷ്യർ ചിലപ്പോൾ നമ്മളോട് വളരെ ലളിതമായി പെരുമാറുന്ന ആളുകൾ കാണുമ്പോൾ ഇയാൾ നമ്മൾ സാധാരണ കാണുന്ന ആളാണല്ലോ, അയാൾ അതിന് മാത്രം ഉണ്ടോ എന്ന് ചിന്തിക്കും. ഇന്നിപ്പോൾ അക്കാലത്തെ വീഡിയോകൾ വല്ലതുണ്ടെങ്കിൽ ഒരു മറുപടി പോലും കൊടുക്കേണ്ടാത്ത വാദങ്ങളാണ് അത്. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസം തന്നെയാണ് വിജയൻ. അതിന് ഈ ഒരൊറ്റ ചിത്രം മതി. കേരള പോലീസ് മുതൽ മോഹൻ ബഗാൻ വരെ നീളുന്ന ചരിത്രം മതി. ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ച പെർഫോമൻസുകൾ മതി. അതൊക്കെ പോട്ടെ, അതുമാത്രമല്ല വിഷയം. വിജയൻ്റെ ഈ ഗോളിൻ്റെ അസിസ്റ്റാണ് വിഷയം. എൻസോയ്ക്കും ലൗട്ടാറോയ്ക്കും അസിസ്റ്റ് ചെയ്ത മെസ്സിയെ പോലൊരാൾ വിജയൻ്റെ ഈ ഗോളിന് പിന്നിലുണ്ടായിരുന്നു. അയാൾക്കൊരു കഥയും ഉണ്ട്. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ രവി മേനോൻ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പിനെ, മനസ്സിനെ തൊടുന്ന ഒരു കുറിപ്പിനെ കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വന്നത് തന്നെ. ലോകകപ്പ് കാണാൻ പോയ വിജയൻ അയച്ചു കൊടുത്ത ഒരു ചിത്രത്തിൽ നിന്ന് ആരംഭിച്ച ആ കുറിപ്പ് ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു ചരിത്ര നിമിഷത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. ആ കുറിപ്പ് അങ്ങനെ തന്നെ ഞാൻ വായിക്കാം. രവി മേനോൻ എഴുതുന്നത് ഇങ്ങനെയാണ്: പ്രിയ സുഹൃത്തും കളിക്കൂട്ടുകാരനുമായ തേജീന്ദറിനൊപ്പമുള്ള ഫോട്ടോ അറ്റ്ലാന്റയിലെ ലോകകപ്പ് സെമിഫൈനൽ വേദിയിൽ നിന്ന് വിജയൻ അയച്ചു തന്നപ്പോൾ ഓർമ്മകളിൽ ഒരു ബൈസിക്കിൾ കിക്ക് വീണ്ടും വന്ന് നിറഞ്ഞു. പാൽ വെളിച്ചത്തിൽ ഇളകിമറിയുന്ന കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം ഗാലറികൾ, ഫൈനൽ വിസിലിന് തൊട്ടു പിന്നാലെ കാതടപ്പിക്കുന്ന ആരവങ്ങളുമായി ഗ്രൗണ്ടിൽ കുതിച്ചെത്തുന്ന ജനം, എല്ലാ കണ്ണുകളും എല്ലാ മനസ്സുകളും വിജയന് ചുറ്റും. JCTയുടെ വിജയശില്പി ഒന്ന് തൊടാൻ, പുണരാൻ, ഉമ്മ വയ്ക്കാൻ, കൈകളിലെടുത്ത് അമ്മാനമാടാൻ മത്സരിക്കുന്നു. 90 മിനിറ്റ് നേരം വീർപ്പടക്കി കാത്തിരുന്ന കോഴിക്കോട്ടുകാർ. അത്ഭുതമില്ല, വിജയൻ്റെ ദിവസമായിരുന്നല്ലോ അന്ന്. 1995 നവംബർ 25 മലേഷ്യൻ ക്ലബ്ബായ പെർലിസിനെതിരെ ഫൈനലിൻ്റെ അവസാന നിമിഷങ്ങളിൽ വീണ ക്ലാസിക് ഗോളിലൂടെ JCTയെ വിജയൻ സിസേഴ്സ് കപ്പ് വിജയത്തിലേക്ക് നയിച്ച ദിവസം. അതും എന്തൊരു കിടിലൻ ഗോൾ! മധ്യരേഖയിൽ നിന്ന് ഒറ്റയ്ക്ക് പന്തുമായി കുതിച്ചെത്തി ഓടുന്ന ഓട്ടത്തിൽ തേജീന്ദർ കുമാർ ഉയർത്തിക്കൊടുത്ത കൃത്യതയാർന്ന പാസ്. വായുവിൽ തലകീഴായി കിടന്ന വിജയൻ പോസ്റ്റിലേക്ക് തൊടുക്കുമ്പോൾ കളി തീരാൻ ഏതാനും മിനിറ്റുകൾ മാത്രം. ഫുട്ബോളിൻ്റെ ബഹുവർണ്ണ ക്യാൻവാസിൽ കാലുകൾ തൂലികയാക്കി വിജയൻ വരച്ചു ചേർത്ത ആ ബൈസിക്കിൾ കിക്ക് ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ അനർഘ നിമിഷം അനശ്വരമാക്കിയ വത്സൻ്റെ ഫോട്ടോയും. ആർപ്പുവിളികളുമായി ജനം വിജയനെ പൊതിയുമ്പോൾ മൈതാനത്തിന് തൊട്ടുപുറത്തിരുന്ന് ബൂട്ടിൻ്റെ ലെയ്സ് അഴിക്കുകയായിരുന്നു തേജീന്ദർ. ആരവങ്ങളിൽ നിന്നും ആൾക്കൂട്ടങ്ങളിൽ നിന്നും അകലെ ഏകനായി. അടുത്തു ചെന്ന് അഭിനന്ദനം അറിയിച്ചപ്പോൾ മുഖമുയർത്തി നോക്കി തേജീന്ദർ. പിന്നെ വിയർപ്പിൽ മുങ്ങിയ സ്വന്തം കൈകളാൽ എൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് തെല്ല് ലജ്ജ കലർന്ന ആ പതിവ് ചിരിയോടെ പറഞ്ഞു, താങ്ക് യു ഡിയർ, റിമെമ്പർ വാട്ട് ഐ ടോൾഡ് യു.
തലേന്ന് വിജയൻ്റെ മുറിയിലിരുന്ന് ആത്മവിശ്വാസത്തോടെ തേജീന്ദർ പറഞ്ഞ വാക്കുകളായിരുന്നു ഓർമ്മയിൽ. അന്ന് അപ്പോൾ പറഞ്ഞു, രവി ഭായ് സംശയം വേണ്ട, JCT ജയിക്കും, ബെറ്റിനുണ്ടോ എന്ന്. വിജയനുള്ളപ്പോൾ നമ്മൾ ആരെ പേടിക്കാൻ എന്ന്. പിന്നെ കണ്ണിറുക്കിയില്ല ആ ട്രേഡ് മാർക്ക് ചിരി. വാക്കുപാലിച്ചതിൻ്റെ ആഹ്ലാദവും സംതൃപ്തിയും തേജിയുടെ പഞ്ചാബി കണ്ണുകളിൽ കണ്ടു പിറ്റേന്ന് ഞാൻ. നാവിൻ തുമ്പിൽ വന്നത് ഒരു കുസൃതി ചോദ്യമാണ്. ഗോളടിച്ചവരെ ആളുകൾ ഓർക്കൂ അല്ലേ? പാസ് കൊടുത്തവരെ എല്ലാവരും മറക്കില്ലേ? നിമിഷ നേരത്തെ മൗനം. പിന്നെ അങ്ങകലെ ആരാധകരുടെ സ്നേഹപ്രകടനങ്ങൾ ഏറ്റുവാങ്ങി വീർപ്പുമുട്ടുന്ന വിജയനെ ചൂണ്ടി തേജീന്ദർ പറഞ്ഞു, എല്ലാവരും മറന്നാലും ഒരാൾ മാത്രം എന്നെ മറക്കില്ല, വിജയൻ, എനിക്കത് മതി എന്ന്. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നൊഴുകി വന്ന വാക്കുകൾ. അവയ്ക്കൊപ്പം തേജീന്ദറുടെ കണ്ണുകളിൽ മിന്നിമറഞ്ഞ സ്നേഹത്തിൻ്റെ തിളക്കം ഇന്നുമുണ്ട് ഓർമ്മയിൽ. പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അതൊരു കാലം. ഉരുളുന്ന പന്തിനൊപ്പമുള്ള ജീവിതം എനിക്ക് സമ്മാനിച്ച ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാൾ തേജീന്ദർ കുമാറാണ്. വിജയനും തേജീന്ദറും ജോപ്പോളും കാർട്ടൻ ചാപ്മാനും ഒത്ത് ചെലവഴിച്ച അപൂർവ സുന്ദര നിമിഷങ്ങളുടെ ഓർമ്മകൾ മനസ്സിലുണ്ട് ഇപ്പോഴും. മഡ്ഗാവ്, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള ഇടതടവില്ലാത്ത ആ സീസൺ ഫുട്ബോൾ യാത്രകളെ അവിസ്മരണീയവും ആസ്വാദ്യകരവുമാക്കി മാറ്റിയത് അത്തരം സൗഹൃദങ്ങൾ കൂടിയാണ്. സംഗീതം പോലെ സുന്ദരമായ ഓർമ്മകൾ. വീടുകളിലും ഹോട്ടൽ മുറികളിലും തെരുവോരങ്ങളിലും മൈതാനങ്ങളിലുമായി പടർന്നു കിടക്കുന്നു ആ സുഹൃത്ത് സംഗമങ്ങളുടെ ഓർമ്മകൾ. കൂട്ടത്തിൽ തേജീന്ദർ എന്നും വേറിട്ട് നിന്നു. കാഴ്ചയിൽ കളിക്കാരൻ്റെ കെട്ടും മട്ടും ഇല്ലാത്തയാളാണ്. മിതഭാഷി, സൗമ്യൻ, പക്ഷെ കളിക്കളത്തിൽ പുലി. പന്തടക്കത്തിലും വേഗതയിലും തേജീന്ദറിനെ അതിശയിച്ചവർ കുറവായിരുന്നു അന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ. കോച്ച് ജിറി പെസക്കിൻ്റെ വാക്കുകളിൽ മുന്നേറ്റ നിരയിലെ കൊച്ചു ഡയനാമോ. വിജയനും ബൈച്ചുംകൂട്ടിയും ജോപ്പോളും ഒക്കെ ക്ലബിന് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയും അടിച്ചുകൂട്ടിയ തകർപ്പൻ ഗോളുകളിൽ പലതിലുമുണ്ടായിരുന്നു തേജീന്ദറിൻ്റെ മാന്ത്രിക സ്പർശം. എൻ്റെ ശക്തി ദൗർബല്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയ കൂട്ടുകാരനാണ് തേജീന്ദർ. എന്നെ അറിയാവുന്ന ആൾ. വിജയൻ ഒരിക്കൽ പറഞ്ഞു, പന്ത് എപ്പോൾ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് നന്നായി അവനറിയാം. കിറുകൃത്യമായിരിക്കും പാസുകളും ക്രോസുകളും. പന്ത് തേജിയുടെ കാലിലാണെങ്കിൽ അതെങ്ങോട്ടാണ് വരിക എന്ന് നമുക്കറിയാം. അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണ. ക്ഷമാശീലം കൂടപ്പിറപ്പാണ് തേജീന്ദറിന്. അമിത വൈകാരികതയില്ല, മുൻകോപമില്ല. കളിയെ കളിയായി മാത്രം കാണാൻ കഴിയുന്ന മനസ്സ് തന്നെയാവണം തേജീന്ദറിനെ ഒരു നല്ല ക്യാപ്റ്റനാക്കി മാറ്റിയതും. കളിക്കളത്തിലെ സംഘർഷവേളകളിൽ എല്ലാം ഉണ്ടാവും ശാസിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ജ്യേഷ്ഠ സഹോദരൻ്റെ റോളിൽ തേജിയുടെ ദീപ്ത സാന്നിധ്യം. കളിക്കുന്നത് JCTക്കോ പഞ്ചാബിനോ ദേശീയ ടീമിനോ ആവട്ടെ 100% അർപ്പണബോധത്തോടെയാണ് തേജീന്ദർ ബൂട്ടുകെട്ടുക. കളിക്കളങ്ങളിൽ സൗഹൃദങ്ങളാണ് എൻ്റെ ശക്തി. വിജയനെ പോലൊരു കളിക്കാരൻ്റെ കാലത്ത് അയാൾക്കൊപ്പം കളിക്കാൻ കഴിഞ്ഞു എന്നത് ജീവിതത്തിലെ മഹാഭാഗ്യങ്ങളിൽ ഒന്നാണ്. മാഞ്ഞുപോയ ആ കാലം മധുരമുള്ള ഓർമ്മകളായി മധ്യരേഖയും കടന്ന് പെനാൽറ്റി ബോക്സിൽ കുതിച്ചെത്തുമ്പോൾ പലപ്പോഴും ടാക്കിൾ ചെയ്യാൻ മറന്നു പോകാറുണ്ട് താൻ എന്ന് ചിരിയോടെ തേജി. ചില നല്ല ഓർമ്മകൾക്ക് മുന്നിൽ നാം അശക്തരായി പോവില്ലേ? സന്തോഷത്തോടെ തന്നെ അദ്ദേഹത്തിൻ്റെ കളിയോർമ്മകളിലെ ഏറ്റവും തിളക്കമാർന്ന വിജയങ്ങൾ ഏതൊക്കെയാണ്? 1993 സാഫ് കപ്പ് മറക്കാനാകാത്തതാണ്. പാകിസ്ഥാനിൽ വെച്ച് നടന്ന ടൂർണമെൻറ്റ്. VP സത്യൻ നയിച്ച ആ ഇന്ത്യൻ ടീം നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്നാണ് അന്ന് ജേതാക്കളായി ആയത്. വിജയൻ്റെ ഗോളടി മികവിൽ 95 ചെന്നൈ സാഫ് കപ്പ് വിജയം മറ്റൊരു അവിസ്മരണീയ മുഹൂർത്തം. മലേഷ്യക്കെതിരായ ഏഷ്യ കപ്പ് യോഗ്യതാ മത്സരത്തിൻ്റെ 14-ാം സെക്കൻഡിൽ സ്കോർ ചെയ്തതും ഹോങ്കോങ്ങിനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ 2 ഗോളടിച്ച് ഇന്ത്യക്ക് വേണ്ടി സമനില നേടിയതും അന്താരാഷ്ട്ര ഫുട്ബോളിലെ മറ്റ് നേട്ടങ്ങളാണ്. എങ്കിലും ഗോളടിക്കുന്നതിനേക്കാൾ ഗോളുകൾ ഒരുക്കി കൊടുക്കുന്നതിലായിരുന്നു എന്നും തേജിയുടെ മികവ്. കളിക്കളത്തിലെ നിസ്വാർത്ഥതയുടെ പ്രതിരൂപം. ആദ്യത്തെ ദേശീയ ലീഗ് ഫുട്ബോളിൽ JCT ചാമ്പ്യന്മാരായത് തേജീന്ദറിൻ്റെ നേതൃത്വത്തിലാണ്. ഡ്യൂറന്റ്, IFA ഷീൽഡ്, ഫെഡറേഷൻ കപ്പ്, സിസേഴ്സ് കപ്പ്, സന്തോഷ് ട്രോഫി, ദേശീയ തലത്തിലെ നേട്ടങ്ങളുടെ പട്ടിക ഇനിയും നീളും. ഗോവയ്ക്കും പഞ്ചാബിനും വേണ്ടി സന്തോഷ് ട്രോഫി കളിച്ച ചരിത്രമുള്ള തേജീന്ദർ ആയിരുന്നു 1995 ചെന്നൈ നാഷണലിലെ ബെസ്റ്റ് പ്ലെയർ. കളിക്കളത്തോട് വിട പറഞ്ഞ ശേഷം കോച്ചിങ്ങിൽ NIS ഡിപ്ലോമയും AFCയുടെ B ലൈസൻസും US സോക്കർ ഫെഡറേഷൻ്റെ യൂത്ത് ലൈസൻസും സ്വന്തമാക്കിയ തേജീന്ദർ ഇപ്പോൾ അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ ഫുട്ബോൾ പരിശീലനവുമായി കഴിയുന്നു. 2010 ദേശീയ അണ്ടർ-19 ചാമ്പ്യൻഷിപ്പിൽ ചണ്ഡീഗഡ് ടീമിനെ ജേതാക്കളാക്കിയ ശേഷമായിരുന്നു അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം. ജീവിതം എവിടെയെങ്കിലും മനസ്സ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ. തേജീന്ദർ രവിമേനോട് പറഞ്ഞത് അദ്ദേഹം കുറിക്കുന്നുണ്ട്. എങ്ങനെ മറക്കാനാകും ആ നല്ല കാലം? വിജയനെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലുമില്ല എൻ്റെ ജീവിതത്തിൽ. ഓർമ്മയുടെ സ്ക്രീനിൽ തേജീന്ദറുടെ ആ കിണ്ണം കാച്ചിയ പാസ് തെളിയും. പെട്ടെന്നുള്ള ഒരു പ്രത്യാക്രമണത്തിൻ്റെ ഞെട്ടലിൽ സ്വന്തം ഗോൾമുഖത്ത് ആൾക്കൂട്ടം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പെർലിസിൻ്റെ പ്രതിരോധ നിരയെ ഇടം കണ്ണിട്ട് നോക്കുന്ന തേജി. വശപ്പിശകുള്ള ഒരു നോട്ടം. നേരെ പോസ്റ്റിലേക്ക് നിറയൊഴിച്ച് കളയുമോ പഹയൻ എന്ന് സംശയം മലേഷ്യക്കാർക്ക്. പക്ഷെ തേജിയുടെ ഉൾക്കണ്ണിൽ വിജയനായിരുന്നു. വിജയൻ മാത്രം. ഓടുന്ന ഓട്ടത്തിൽ പന്ത് വിജയനെ മുന്നിലേക്ക് ഉയർത്തിയിരുന്നു തേജി. ബാക്കിയുള്ളത് ചരിത്രം. അതിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത് കളിയെഴുത്ത് ജീവിതത്തിലെ അസുലഭ സൗഭാഗ്യം എന്ന് പറഞ്ഞ് രവിമേനോൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നുണ്ട്. ഈ ഫുട്ബോൾ കാലത്തിലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഈ ചരിത്രമൊക്കെ നമ്മൾ ഓർക്കുക? നന്ദി വീണ്ടും ആ കാലത്തെ ഓർമ്മിക്കാൻ ഇടയാക്കിയതിന്.